നിങ്ങൾ മക്കത്തെത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. എല്ലാവരും ഉംറയിലാണ്. ചതഞ്ഞ് ബാഗ് അറമ്പിൽ പോയിട്ട് എന്ത് ചെയ്യണം? ഉംറ ചെയ്യണം അല്ലേ? അതിന് അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മക്കത്തെത്തിയാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാണ്. ഒന്ന്, നമ്മളെ ബിൽഡിങ്ങിന്റെ നമ്പർ എത്ര? 92 നമ്പർ ബിൽഡിങ്ങിലാണ് നമ്മൾ താമസിക്കുന്നത് അസീസിയിൽ. അത് നമുക്ക് ഓർമ്മ വേണം കേട്ടോ. അജമ്മ, ഞാൻ പറഞ്ഞ കേക്ക് 92 നമ്പർ ബിൽഡിങ്ങിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? താമസിക്കുന്നത്. അത് ഓർമ്മ വേണം. പിന്നെ നമ്മൾ ഹറമിലേക്ക് പോകേണ്ടത് 2 നമ്പർ ബസ്സിലാണ്. എത്ര നമ്പർ ബസ്? 2 നമ്പർ ബസ്. അത് നമുക്ക് ഓർമ്മ വേണം. ഇനി നമുക്ക് ഈ ബസ്സിൽ നിന്ന് മുത്തവഫിന്റെ ആളുകൾ കാര്യങ്ങൾ പാസ്പോർട്ട് വാങ്ങും. പിന്നെ അവര് മുത്തവഫിന്റെ നമ്പറുള്ള ഒരു മാല തരും. 17 എന്നുള്ള നമ്പർ മാല തരും. പിന്നെ ബിൽഡിങ്ങിന്റെ അടിയിൽ നമ്മൾ KMCCയുടെ ചായ ഉപ്പുമാവുണ്ട്. അത് നിങ്ങൾ കഴിക്കുക. ആ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താവും? നിങ്ങളൊക്കെ നുസൂക്കിന്റെ കാർഡ് തരും. നുസൂക്കിന്റെ കാർഡും തരും. കയ്യമ്മ കെട്ടാളൊരു വളയും തരും. അത് നിർബന്ധമാണ്. കാരണം ഇപ്പൊ മക്കത്ത് തീരെ തിരക്കില്ല. മക്കത്ത് ഫുള്ള് പോലീസുകാർ ഭയങ്കര ചെക്കിങ്ങാ. കാരണം എന്താ വെച്ചാല് രേഖയില്ലാത്ത ആൾക്കാരും വിസിറ്റിംഗ് വിസക്കാരും ആൾക്കാരൊക്കെ ഹജ്ജിന് വരുന്നത് പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാരും നടന്ന് ചെക്ക് ചെയ്യാണ്. അപ്പോ നിങ്ങൾ രേഖയില്ലാതെ എന്ത് ചെയ്യരുത്? പുറത്തിറങ്ങരുത്. എത്ര പറഞ്ഞാൽ നമ്മൾ ആൾ ശ്രദ്ധിക്കൂല. പക്ഷെ രേഖകളില്ലാതെ എന്ത് ചെയ്ത് ആരും പുറത്തിറങ്ങി പോകരുത്. അപ്പൊ ഈ നുസൂക്കിന്റെ കാർഡ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സൗദി അറേബ്യയിലെ ഹാജിയാന്ന് തെളിയിക്കുന്ന രേഖയാണ്. നിങ്ങൾക്ക് അറഫയിലും മീനയിലും എവിടെ ചെല്ലണമെങ്കിലും ഈ അറബിലേക്ക് പോകണമെങ്കിലൊക്കെ ഇങ്ങോട്ട് എന്താ ചോദിക്കുക? നുസൂക്കിന്റെ കാർഡാ ചോദിക്കുക. അപ്പൊ അത് നിർബന്ധമാണ്. പിന്നെ 2, നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടിയ മാലയുള്ള ഡ്രസ്സുണ്ടല്ലോ, ആ മാല തിരുവർണ്ണ പതാകയുള്ള മാല ഉണ്ടല്ലോ, അത് നിങ്ങളെ കയ്യിൽ നിർബന്ധമാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇന്ത്യക്കാരനായ ഹാജിയാന്ന് തെളിയിക്കുന്ന രേഖയാണ് അതൊന്ന്. 2, നിങ്ങളെ ബിൽഡിംഗ് നമ്പർ എത്ര, റൂം നമ്പർ എത്ര എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ അത് തെളിയിക്കുന്ന രേഖയാണത്. അത് കാണിച്ചു കൊടുക്കണമെങ്കിൽ അപ്പൊ അതും നിങ്ങളെ കയ്യിൽ എന്താണ് വേണം. പിന്നെ സ്ത്രീകളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ അറമിൽ പോകും, ഒതുണ്ടാക്കാണെങ്കിൽ മൂത്രയ്ക്കാനും ബാത്റൂമിൽ പോകും. ഈ മഫ്തണ്ട് ഊരിയേക്കും. അതിന്റെ കൂടുതൽ മാലൊക്കെ പാടെന്താവും? അവിടെ ഊരിയേക്കും. അപ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി വരുമ്പോഴത്തേനും ക്ലീനിങ് എയർ വന്നിട്ട് എന്താവും? അത് ആണ് വേസ്റ്റ് കിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ഇതിലെ പോകേണ്ടത് അറിയില്ല, ഇതിലെ വരേണ്ടത് അറിയില്ല, എവിടെ റൂമെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. അപ്പൊ അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങളെ കയ്യിൽ വേണം. അത് ഉറപ്പ് വരുത്തണം. എവിടെയെങ്കിലും ഇട്ട് പോകരുത് കേട്ടോ. പിന്നെ ഒതുണ്ടാക്കി നിങ്ങൾ റൂമിൽ നിന്ന് അറമ്പിലേക്ക് പോകുമ്പോൾ ഒതുണ്ടാക്കി പോവുക. കാരണം അറമ്പിൽ പോയി പിന്നെ ഒതുണ്ടാക്കാൻ തിരക്കാവുമ്പോൾ എന്താവും? പ്രയാസക്കാർ കുടുങ്ങിയ സമയത്ത് നമുക്ക് പോവാം. റൂമിൽ തന്നെ മൂത്രമൊക്കെ ഒഴിച്ച് ഒതുണ്ടാക്കി റാഹത്തായിട്ട് എന്ത് ചെയ്യുക? അറമ്പിലേക്ക് പോവുക. 2 ചെരുപ്പ് ഇടാനൊക്കെ കവറൊക്കെ ചെറിയ ബാഗ് എല്ലാവരുടെ കയ്യിലില്ലേ? ആ ബാഗ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് പോവുക. അറമ്പിനുള്ളിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് എന്ത് ചെയ്യുക? അതിൽ വെക്കുക. പിന്നെ റൂം പൂട്ടിന്റെ മുമ്പ് പൈസ ഒക്കെ റൂമിൽ വെക്കുക. ഒരു 50 റിയാൽ താഴെ പൈസ മാത്രം എന്ത് ചെയ്യുക? കയ്യിൽ വെക്കുക. പൈസ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒക്കെ ഫ്രീ ആണ്. ബസ്സൊക്കെ ഫ്രീ ആണ്. പുറത്തിറങ്ങിയിട്ട് ചാവി താഴെ കൗണ്ടറിൽ കൊടുക്കുക. കാരണം ഒരു റൂമിൽ 2 ഫാമിലി ഉണ്ടാവും. ചിലപ്പോൾ 4 ആൾക്കാരേക്കാരും, ചിലപ്പോൾ 6 ആൾക്കാരേക്കാരും ഒക്കെ ഉണ്ടാവും. അപ്പൊ ആദ്യം വന്ന ആൾക്കാർക്ക് റൂമിലേക്ക് കയറാൻ ചെയ്യരുത്, പ്രയാസം ഉണ്ടായത്. താഴെ കൊടുക്കുക. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഇതാണ് ബിൽഡിംഗ്. ആ ബസ് കൊടുത്താണ് നമ്മുടെ ബിൽഡിംഗുകൾ. അവിടുന്ന് പുറത്തിറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് വീണ്ടും വലത്തോട്ട് തിരിഞ്ഞാൽ എന്തായി? നമ്മുടെ ബസ് സ്റ്റോപ്പ് ഇതവിടെയാണ്. 2 നമ്പർ ബസ് സ്റ്റോപ്പിൽ ആ ബസ്സിൽ കയറാം. ഇപ്പം അൽഹംദുലില്ലാ അറമിൽ തിരക്കില്ലാത്തോണ്ട് ഈ ബസ് 2 നമ്പർ ബസ് ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പോണേ? അറമിലേക്കാ പോണേ. 2 ബസ്സിൽ ഇപ്പൊ കയറേണ്ട ആവശ്യമില്ല കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ബസ് അറമിലേക്കാ പോണേ. അറമില് അജിയാദ് എന്ന് പറഞ്ഞ ഭാഗത്തേക്കാ പോണേ. അജിയാദ് ഫന്ദുക്ക് മക്കാരി എന്നുണ്ട്. മക്കാരി മക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബസ് കൊണ്ടുപോയിക്കാണ്ട് നേരെ നിർത്തുക. അവിടെ ചെന്ന് നമ്മൾ ബസ് ഇറങ്ങി കുറച്ച് മുന്നോട്ട് നടന്ന് വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ എന്തായി? ഹർമായി. കുറച്ച് ബസ് ഇറങ്ങി കുറച്ച് മുന്നോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞാൽ നേരെ ഹർമ കാണും. ഹർമിൽ നമ്മൾ ചെല്ലുക. ഹർമിന്റെ മുറ്റത്ത് 3 നമ്പർ ബാത്റൂമിന്റെ അടുത്തേക്കാ ചെല്ലുക. അത് ഓർമ്മ ഉണ്ടായാൽ മതി. 3 നമ്പർ ബാത്റൂം, ക്ലോക്ക് ടവറിന്റെ താഴെ മുന്നിലെ 3 നമ്പർ ബാത്റൂം. ആ 3 നമ്പർ ബാത്റൂം നമ്മൾ അടുത്ത ഭാഗത്ത് മൂലയിലുണ്ടാവും. അവിടെ ചെന്ന് നേരെ കാണുന്ന ഹർമിന്റെ 1 നമ്പർ ഗേറ്റ് ആണ്. ആ 1 നമ്പർ ഗേറ്റിലൂടെ നമ്മൾ നേരെ എന്താവും? ഹർമിലേക്ക് കടക്കും. ഹർമിലേക്ക് കടക്കുമ്പോൾ ഉദാഹരണത്തിന് അൽഹംദുലില്ലാ നമ്മുടെ ഹജ്ജ് നിയ്യത്താക്കി മക്കയിലെത്തി. ഞാൻ ഉംറക്ക് വന്നാലേ അപ്പൊ മത്താഫിലേക്ക് ഇറങ്ങും. ഉംറയുടെ തവാഫ് ചെയ്യുന്നു എന്ന് നിയ്യത്താക്കിയിട്ട് എന്ത് ചെയ്യുക? ഉംറ തുടങ്ങുക. 7 പ്രാവശ്യം ചുറ്റി ഉംറ തവാഫ് പൂർത്തിയാക്കുക. എന്നിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് ദുആ ചെയ്ത് സൈ ചെയ്യുക. സൈ ചെയ്തിട്ട് മറവയിൽ നിന്ന് നേരെ പുറത്തിറങ്ങിയാൽ മറവ ലാസ്റ്റാണ്. ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് എന്താവും? നിങ്ങൾ വലത്തോട്ട് ഇങ്ങനെ തിരിഞ്ഞ് വന്നാൽ ഇടത്ത് ഭാഗത്ത് രാജാവിന്റെ കൊട്ടാരം കാണും. ആ രാജാവിന്റെ കൊട്ടാരത്തിനോട് ചാരി ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ കുറച്ച് ലേസം നടന്നാൽ ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ നടന്നു വന്നാൽ അവിടെത്തും 3 നമ്പർ ബാത്റൂമിന്റെ അടുത്തും. ഈ 3 നമ്പർ ബാത്റൂമിനോട് ചാരി ക്ലോക്ക് ടവറിനോട് ചാരി നേരെ ഇങ്ങനെ വന്നാൽ ഫന്ദുക്കൽ മക്കാരിം കേട്ടോ. ഫന്ദുക്ക് മക്കാരിം എന്ന് പറഞ്ഞ ഹോട്ടലുണ്ട്. മക്കാരിം ഹോട്ടലിന്റെ അവിടെ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മള് ബസ് കയറേണ്ടത്. തിരിച്ചു വരുമ്പോൾ നമ്മൾ 2 ബസ് കയറണം. അങ്ങോട്ട് പോകുമ്പോൾ ഒരു ബസ്സാ കയറിയിട്ടുണ്ട്. ഈ മക്കാരിം ഹോട്ടലിന്റെ അവിടുന്ന് നമ്മൾ ബസ് കയറി മസ്ഹൂത്ത, ഓർമ്മ വേണം എന്താ വെച്ചാല് മസ്ഹൂത്ത കേട്ടോ. മസ്ഹൂത്ത എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ വന്നിട്ട് എന്താവും? ഒരു ടണലാണ്. നമ്മൾ ആ മക്കാരിം ഹോട്ടലിൽ നിന്ന് ബസ് കയറി ഒരു 2 കിലോമീറ്റർ വലുപ്പമുള്ള ഒരു ടണലാണ്, ഒരു ഗുഹ. ആ ഗുഹയിൽ കൂടി ബസ് വന്നിട്ട് എന്താവും? അവിടെ വന്ന് ഇറങ്ങും. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മള് അവിടുന്ന് കയറുമ്പോൾ ഏത് ബസ് കയറണം?
2-ാം നമ്പർ ബസ്സിൽ മസ്കൂത്ത ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയാൽ നമ്മൾ 2-ാം നമ്പർ ബസ്സിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കയറാൻ പറ്റുള്ളൂ. ആ 2-ാം നമ്പർ ബസ് കയറിയെങ്കിൽ മാത്രമേ എന്താവുള്ളൂ നമ്മളെ റൂമിന്റെ അടുത്തുള്ളൂ. അവിടെ 1-ാം നമ്പർ ബസ് ഉണ്ടാവും, 3-ാം നമ്പർ ബസ് ഉണ്ടാവും, 5-ാം നമ്പർ ബസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ കയറേണ്ട ഇതിലാണ് 2-ാം നമ്പർ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇന്ന് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അടുത്തേക്ക് മാത്രം ആൾക്കാർ വരുന്നുണ്ട്. ഓൽക്ക് ഈ സ്റ്റേഷൻ ആവില്ല, ഓൽക്ക് ക്ലോക്ക് ടവറും കുതായിക്കാറും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളത് എവിടെയാണ്, അജിയാദിലാണ്. അജിയാദ് നിന്നാണ് ബസ് ഇറങ്ങേണ്ടത്, അജിയാദ് നിന്നാണ് ബസ് തിരിച്ച് കയറേണ്ടത്. മസ്കൂത്തിൽ നിന്നാണ് എന്ത് നിങ്ങൾ 2-ാം നമ്പർ ബസ് കയറേണ്ടത്, കുതായി എന്നല്ല കേട്ടോ. കുതായി ബസ് സ്റ്റാൻഡ് ഉണ്ട്, മസ്കൂത്ത ബസ് സ്റ്റാൻഡ് ഉണ്ട്. നിങ്ങൾ കയറേണ്ടത് ഏതാണ്, മസ്കൂത്ത. കേൾക്കല്ലേ? ആ എന്നിട്ട് എന്ത് ചെയ്യാ, തിരിച്ച് നമ്മൾ വന്ന് ഈ 2-ാം നമ്പർ ബസ് നിർത്തും, ഇറങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാ 92-ാം നമ്പർ ബില്ലിംഗ് നോക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താവും, റാഹത്തായിട്ട് അർമിൽ പോയാലും കഴിയും. അള്ളാഹു താല റാഹത്തായി അർമിൽ പോയി ആ ഉംറൊക്കെ ചെയ്ത് പൂർത്തിയാക്കി തരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മഖ്ബൂൽ മബ്റൂർ ഹജ്ജ് ഉംറ. ബസ് നമുക്ക് ഏതൊക്കെ സമയങ്ങളിലാണ് ബസ് 24 മണിക്കൂറുണ്ടാവും. 24 മണിക്കൂർ ബസ് ഉണ്ടാവും കേട്ടോ. പാസ്പോർട്ട് എല്ലാവരും ഇയാളെ കൈ കൊടുക്കട്ടോ. ഇൻഷാ അല്ലാഹ്.